ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് സ്കാർലെറ്റ് വിച്ച് വേഴ്സസ് സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു വീഡിയോ. സോ ഒരുപാടധികം ഡിബേറ്റ്സും ഫാൻ തിയറീസും ഒക്കെ ഇതിനെ പറ്റിയുണ്ട്. സോ നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ ഈ ഒരു കാര്യത്തിനെ ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ കാണുന്നത് ഇത് ലൈക്കും ചെയ്ത് കൂടെ കുടിക്കൂ. സോ ഈ വീഡിയോക്ക് ടാർഗറ്റ് ഒരു 100 ലൈക്സ് ആണ്. സോ ബേസിക്കലി അവിടം വരെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. എൻ്റെ കർത്തവ്യം ഞാനിവിടെ ചെയ്യുകയാണ്. ആരംഭിക്കലാമ. സ്കാർലെറ്റ് വിച്ചിൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് റിയാലിറ്റി, അതായത് നമ്മുടെ ആ ഒരു റിയാലിറ്റി മാനിപ്പുലേഷൻ നമ്മുടെ സ്കാർലെറ്റ് വിച്ചിൻ്റെ ബേസിക് ആയിട്ടൊരു പവറാണ്. നമ്മൾ സ്കാർലെറ്റ് വിച്ചിനെ ആദ്യമായിട്ട് ഏജ് ഓഫ് അൾട്രോണിൽ നിന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ഒരു എക്സ്ട്രീം വേർഷൻ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സ്കാർലെറ്റ് വിച്ചിൻ്റെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സമയത്ത് മോസ്റ്റ് ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്കാർലെറ്റ് വിച്ച് എന്ന് നമുക്ക് പറയാനായിട്ട് വരും. അതിലെ ബേസിക് ആയിട്ടുള്ള ഒരു പവറാണ് ഈ പറഞ്ഞ മാനിപ്പുലേഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ കൂടാതെ തന്നെ ഇല്യൂഷൻ ക്രിയേറ്റ് ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു പവറും നമ്മുടെ സ്കാർലെറ്റ് വിച്ചിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഒരു പുതുതായിട്ടൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, അത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനും പറ്റുന്ന കാര്യം തന്നെയാണ്. ഒരു പുതിയ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് പ്രോബബിലിറ്റീസ് ഉണ്ടാക്കുക, ഇതെല്ലാം നമ്മുടെ സ്കാർലെറ്റ് വിച്ചിൻ്റെ വേറെ ലെവലായിട്ടുള്ള പവേഴ്സ്. മൈൻഡ് കൺട്രോളും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാം നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? മോമിനകത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിലിറ്റി, അല്ലെങ്കിൽ പവേഴ്സ് ആർ അൺകൺട്രോളബിൾ എന്ന് തന്നെ നമുക്ക് സ്കാർലെറ്റ് വിച്ചിനെ വിശേഷിപ്പിക്കേണ്ടി വരും. സോ ഒരു മോസ്റ്റ് ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മാർവലില്ല, അത് നമുക്ക് സ്വന്തമായിട്ട് സ്കാർലെറ്റ് വിച്ച് എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഏറ്റവും കൂടുതൽ ഓവർ പവേർഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഈ ഒരു ടോപ്പ് 5 എടുത്താൽ അതിലെന്തായാലും സ്കാർലെറ്റ് വിച്ച് ഉണ്ടായിരിക്കും എന്നുള്ളത് സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്കാർലെറ്റ് വിച്ചിൻ്റെ സ്ഥാനം നിങ്ങൾ തന്നെ പറയുക. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം സൂപ്പർമാനിലേക്കാണ്. സോ സൂപ്പർമാൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് വേണം നമുക്ക് രണ്ടുപേരെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. സൂപ്പർമാൻ്റെ ആദ്യത്തെ പവർ നോക്കുമ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് ഒംനിപൊട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹെവി ഒബ്ജക്ട്സിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പവറും കൂടെ ഉണ്ട്. അതായത് എത്ര ഹെവി ഒബ്ജക്ട്സ് പുള്ളിയുടെ കൈ കിട്ടിയാലും പുഷ്പം പോലെ എടുത്ത് പൊക്കുമെന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കും. ഇതിനെക്കാട്ടിലും പവർഫുൾ ആണ് പുള്ളിയുടെ ഫ്ലൈയിങ് പവർ. എത്ര വേഗത്തിൽ എത്ര ദൂരം വേണമെങ്കിലും കണ്ണടച്ച് തുറക്കുന്നതിനകം സഞ്ചരിക്കാനായിട്ട് നമ്മൾ കണ്ടെയാണ് ഭൂമിയൊക്കെ പിടിച്ച് കറക്കുന്ന ഒരു സംഭവം. പിന്നെ ഇൻവൾണറബിൾ ടു ഫിസിക്കൽ ഹാം, അല്ലെങ്കിൽ പുള്ളിയെ എന്താ പറയുക, ഹാം ചെയ്യാനാണെങ്കിൽ അഭേദ്യം എന്നൊക്കെയാണ് ഇൻവൾണറബിളിൻ്റെ അർത്ഥമൊക്കെ കാണിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. ഇൻവൾണറബിൾ ടു ഫിസിക്കൽ ഹാം എന്നാണ് ഞാൻ തപ്പിയപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു പവർ. ഇതിൻ്റെ എല്ലാം മേളിരിക്കുന്ന ഒരു പവർ ഉണ്ട്, പ്രെഡിക്റ്റ് ചെയ്യാവും. അതെ, ഹീറ്റ് വിഷൻ സപ്പോർട്ട്. കാരണം പുള്ളിയുടെ കണ്ണിൽ നിന്ന് പുള്ളിക്ക് എത്ര വലിയ ലേസർ ബീമും എമിറ്റ് ചെയ്യാൻ പറ്റും, എത്ര വലിയ റേസും പുള്ളിക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഹീറ്റ് വിഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ഹ്യൂമൻ സ്പീഡ്, പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞൊരു വിട്ട് സ്പീഡ് റിയാക്ട്. നമ്മുടെ മറ്റേ സ്പീഡ് റിയാക്ട് അല്ല കേട്ടോ, ഇത് വേറെ സ്പീഡ് റിയാക്ട്, റിഫ്ലക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് പവേഴ്സ് നമ്മുടെ സൂപ്പർമാന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം നമ്മളെല്ലാം മൂവീസിൽ ഇതെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലായിടത്തും വെച്ച് ഒന്നുകൂടെ പറയുന്നു എന്ന് മാത്രം. ഇനി നമ്മുടെ ക്ലൈമാക്സിലോട്ട് പോവാണ്. എങ്ങനെയാണ് ഇവരുടെ ഫൈറ്റ് നടന്നത്, എന്തൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയാനായിട്ട് പോകുന്നത്. സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഇമാജിനറി ഫൈറ്റ് ആണ്. കോമിക്കലൊന്നും ഇതുവരെ നടന്നിട്ട് പോലും ഇല്ല. പക്ഷേ ഇങ്ങനൊരു ഫൈറ്റ് നടന്നാൽ ആര് ജയിക്കും എന്നുള്ളത് വെരി അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ ഒരു വാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിബേറ്റ്സിന് വഴി ഒരുക്കിയിട്ടുള്ളൊരു വാറും കൂടാണ്. ഒരുപാടധികം ഫാൻസ് ഈ ഒരു വാറിന്റെ പേരിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാടധികം ഡിബേറ്റ് നടന്നിട്ടുണ്ട് ഈ ഒരു വാറിന്റെ പേര്. ആണ് ഞാൻ ഗൂഗിളിലൊക്കെ തപ്പിയപ്പോൾ കിട്ടിയത്. സ്കാർലെറ്റ് വിച്ചിന്റെ പവർ ആയിട്ടുള്ള മാനിപ്പുലേഷൻ ഓഫ് റിയാലിറ്റി പുള്ളിക്കാരിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് തന്നെ സൂപ്പർമാൻ്റെ പവർ ആയിട്ടുള്ള ഫിസിക്കൽ സ്ട്രെങ്തും സ്പീഡും ഇൻവൾണറബിലിറ്റിയും പുള്ളിക്കൊരു ഒരു എഡ്ജ് കൊടുക്കും എന്തായാലും. മാത്രമല്ല ഇജാതി പവേഴ്സ് എല്ലാം നമ്മുടെ സൂപ്പർമാനെ ഒരു സ്ട്രോങ് ഒപ്പോണന്റും കൂടെ ആക്കും എന്നുള്ളതിന് ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. സോ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ സൂപ്പർമാൻ എന്ന് തന്നെ പറയും. പക്ഷേ ഇത് എഴുത്തുകാരൻ ഇൻ കേസ് ഇത് എങ്ങാനും ഒരു വല്ല ആവുകയാണെങ്കിൽ എഴുത്തുകാരൻ ഇപ്പം ആരെയാണോ ജയിപ്പിക്കേണ്ടത് അവരെ എങ്ങനെയും ഒക്കെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുത്തുകാരൻ വിചാരിക്കുകയാണ് ഇപ്പം അങ്ങനെ അവൻ ജയിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഉണ്ടെങ്കിൽ ജയിക്കാം. എഴുത്തുകാരൻ റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഇപ്പം നമ്മൾ പറയുന്നത് മാത്രമല്ല, പിന്നെ ഫാൻസിൻ്റെ പെർസ്പെക്റ്റീവിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പം ഞാനൊരു ഫാൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞത്. സോ ഇത് തന്നെ ശരിയാവണമെന്ന്, ഇതുപോലെ വേറെ ഇത് ശരിയാവണമെന്നും ഉണ്ട്, ഇത് ശരിയായി കൂടൊന്നും ഇല്ല, ഇനി പറയുന്നത് ശരിയാവണമെന്നും ഇല്ല, എന്തൊക്കെ ഈ പറയുന്നല്ലേ. ഇതിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഈ ഫാക്ടറിനെ, ഈ ഒരു വാറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു കാര്യങ്ങൾ ഞാൻ തപ്പിയപ്പോൾ കിട്ടിയത് ഒന്ന് അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ്, പിന്നെ എക്സ്പീരിയൻസ്, പിന്നെ ഓരോ കോമിക് ഫാക്ടർ, അതൊക്കെ വെച്ചിട്ടാണ്. സോ എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചുമ്മാ വാൻഡ സൂപ്പർമാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് ആ ഒരു എന്താണ് അതിനുള്ള റീസൺ എന്നുള്ള കാര്യങ്ങൾ കൂടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തും. സോ ഇത് വെച്ചിട്ട് ഈ ഒരു കാര്യം ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ ബൈ.